ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുക എന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് നടന്മാർ നമുക്ക് മലയാള സിനിമയിലുണ്ട്. പക്ഷെ ഒരു ക്യാരക്ടർ നെയിം, അതായത് ഒരു സ്കിറ്റിലെ ഒരു സ്റ്റേജ് നെയിമിൽ അറിയപ്പെടുന്ന എനിക്ക് തോന്നുന്നു ഒരേ ഒരു കലാകാരനെ മലയാളത്തിലുള്ളൂ എന്ന്. അദ്ദേഹം ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു, പക്ഷെ നമ്മളിപ്പോഴും ആ പേരിൽ തന്നെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രോ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന്. നമ്മളെല്ലാവരും പാഷാണം ഷാജി. ഞാൻ പറഞ്ഞോളാം. നമസ്കാരം, ഞാൻ സാജു നവോദയ, നിങ്ങളുടെ സ്വന്തം പാഷാണം ഷാജി. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇതുവരെ സാജുചേട്ടനെ കണ്ടിരിക്കുന്നത് ഭയങ്കര കോമഡി, സാജുചേട്ടൻ എന്ത് പറഞ്ഞാലും നമുക്ക് ചിരി വരും, അതാണ് ഒരു അവസ്ഥ. പക്ഷേ ഇപ്പോൾ സാജുചേട്ടൻ്റെ ഒരു സിനിമ റിലീസായിരിക്കുകയാണ്, എൻ്റെ കല്ല് പെൻസിൽ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ ഇതിൽ വളരെ വ്യത്യസ്തമായി കുറച്ച് സീരിയസ് ആയ, കുറച്ച് ഏജ്ഡ് ആയ, അതെ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ വേണം പറയാൻ. ഞാൻ ഏതായാലും സിനിമ കണ്ടു. അപ്പോൾ എന്താണ് ശരിക്കും ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സാജുചേട്ടന് തോന്നിയത് എന്തുകൊണ്ടാണ്? അത് വേണമല്ലോ ചോദിക്കാൻ. അല്ല, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനെന്നല്ല, എനിക്ക് എന്തെങ്കിലും ഒരു നല്ല ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഹ്യൂമർ മാത്രമല്ലാതെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വില്ലനായിട്ടൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ആരും അങ്ങനെ തരാത്തതുകൊണ്ട് ചെയ്തില്ല. പക്ഷെ ഇതിങ്ങനെ ഈ പടം വന്നതിന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കണ്ണൻ എന്ന് പറഞ്ഞാൽ. കണ്ണൻ ആലപ്പുഴയുള്ള കണ്ണൻ, അവന് ഈ പടത്തിൻ്റെ കൺട്രോളറാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, സാജു ഞങ്ങളൊരു ചെറിയൊരു പടം, ബഡ്ജറ്റൊന്നും ഇല്ലാത്തൊരു പടമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പൈസ ഇല്ലാത്തതുകൊണ്ട് പറയണമെന്ന്. കാരണം ഇപ്പോൾ ജാക്കി ചാനെ വെച്ച് പടം ചെയ്താലും നമ്മളെയൊക്കെ വിളിക്കുമ്പോൾ പറഞ്ഞ ചെറിയ പടമോട്ടാ പറയുള്ളൂ. അപ്പോൾ പറഞ്ഞു എന്താ ഞാൻ നേരിട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് വന്ന് കണ്ടു പറഞ്ഞ് ഒരു വേഷമൊന്നും വന്ന് ചെയ്യണം, പേയ്മെൻ്റ് ഒന്നും പ്രതീക്ഷിക്കരുതെന്നും. ഞാൻ പറഞ്ഞാൽ എന്തായാലും ഇങ്ങനത്തെ ഒരു പടമല്ലേ, അപ്പോൾ അങ്ങനെ എനിക്ക് പൈസ ഒന്നും വേണ്ട, നീ അപ്പോൾ തരുമ്പോൾ ഒരു നല്ല വേഷം താ, അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പാച്ചൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചെയ്യിക്കാൻ അവർ മനസ്സിലാദ്യം എന്നെ തന്നെ കണ്ടതാണ്. പക്ഷേ ഈ 10-30 ദിവസത്തെ ഡേറ്റ് ഞാൻ അങ്ങനെയൊന്നുമില്ല. അല്ല, ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും അല്ല, ഇപ്പോൾ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ സിനിമകളിലും ഉണ്ട് തന്നെ വേണം പറയാൻ. അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞപ്പോൾ അവർ ആ ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് ഞാനിങ്ങനെ പൈസ ഇല്ലാതെ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതെനിക്ക് തരരുത്, നല്ലൊരു ക്യാരക്ടറാണ്, അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം തന്നാൽ മതി, ഇല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു കലാകാരൻ അത് ചെയ്താൽ കലാകാരന് ഗുണം ഉണ്ടാവും. അപ്പൊ ഇല്ല ചെയ്യാന്ന് പറഞ്ഞു. എൻ്റെ ഡയറക്ടർ ജസ്പാൽ സാറ് പറഞ്ഞു നമുക്കത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പടം ഷൂട്ട് തുടങ്ങി 1 ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നെ വെച്ച്. പുള്ളി പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ പറഞ്ഞ് തന്നാണെങ്കിൽ ലാസ്റ്റ് വരെ എത്തിച്ച്. പിന്നെ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫൈനൽ എഡിറ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇഷ്ടമായി. പിന്നെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെട്ടു. അപ്പോൾ സാജുചേട്ടന് എങ്ങനെ ഫീൽ ചെയ്തു ഇങ്ങനെ? അതായത് ഇപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞാൽ വളരെ ഒരു എക്സ്ട്രോവേർട്ടായിട്ട് സംസാരിക്കുന്ന, സംസാരം വളരെ നർമ്മമുള്ള സംസാരങ്ങളായിട്ട് നമ്മളെല്ലാവരും ആ ഒരു രീതിയിലാണല്ലോ മനസ്സിൽ പ്ലാൻ ചെയ്യുക ഓരോ കഥാപാത്രത്തിന്. അപ്പോൾ ഇങ്ങനൊരു കഥാപാത്രം ഇതിലെന്ന് പറഞ്ഞാൽ പ്രായം ഒരു 19-55 വയസ്സുള്ള ഒരാളാണ്. ആ തരത്തിലൊരു ശരീരഘടനയും ഒക്കെ, ആ ഒരു തരത്തിൽ നിപ്പും ശബ്ദം, നമ്മളെ മൂവ്മെന്റ്സിന്റെ ഒക്കെ ഒരു സ്പീഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതായിട്ട് തോന്നി. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ? എങ്ങനെയായിരുന്നു അത്? എന്നോട് പറഞ്ഞത് ഇതിൽ ഞങ്ങൾക്ക് പാഷാണം ഷാജി വേണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ ഒരാളെ വേണ്ട. പക്ഷെ അത് നിൽക്കുമ്പോഴത്തേക്കാണെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം പിടിച്ചു. ഒരു 55 വയസ്സുള്ള ആൾ ഒരിക്കലും 20 വയസ്സുള്ള എന്നെ പോലെ നിൽക്കില്ല. അത്ര ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒന്നല്ലെങ്കിൽ ഒരു ഇച്ചിരി കൂനി നിൽക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ അജിത്ത് അതിൻ്റെ റൈറ്റർ കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഓരോ കാര്യങ്ങളും ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ഉബൈ എന്ന് പറഞ്ഞ് കുട്ടികൾ ക്ലാസ് എടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഉബൈയും പറയാം അപ്പോൾ ഈ അവാർഡ് പടം ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യണം നമുക്കറിയില്ല, നമ്മൾ ഇത് ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ 10 ഡയലോഗേ ഉള്ളൂ, അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ഞാൻ ഓരോ ഷോട്ട് കഴിയുമ്പോൾ ചോദിക്കാം എന്തെങ്കിലും മാറ്റം വരുത്തണോ. അപ്പം അങ്ങനെ മാറ്റം വരുത്തണ്ടാണെങ്കിൽ പറഞ്ഞു തരും, ഇല്ലെങ്കിൽ ഓക്കെ ടേക്ക് പറയും. അത് സിനിമ തീർന്നവരെ ഞാൻ ചോദിക്കും, ഒരു ഷോട്ട് കഴിയുമ്പോൾ ഞാൻ ചെന്ന് ചോദിക്കും എന്തെങ്കിലും മാറ്റണോ, എൻ്റെ ബോഡി ലാംഗ്വേജ് എന്തെങ്കിലും മാറ്റണോ. അപ്പം മാറ്റണമെങ്കിൽ മാറ്റം എല്ലാത്തിനും കറക്റ്റായിട്ട് പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തന്നെ ജയിച്ചത് അവർ. ഇനി ഈ സിനിമ ഒരു സാമൂഹ്യ പ്രസക്തമായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഇതിന്റെ ഒരു പശ്ചാത്തലം, ഒരു കഥാപശ്ചാത്തലം സാജുചേട്ടൻ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഇതിന്റെ കഥാപശ്ചാത്തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തിരുസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടൊരു അച്ഛൻ നടത്തുന്ന ഓർഫനേജാണ്. അപ്പോൾ അവിടെ തിരുസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ നാട്ടുകാരുടെ ആരും സഹായം ഇല്ലാതെ അങ്ങനെ ഒരു ഓർഫനേജ് നമുക്ക് മറ്റുള്ള ആൾക്കാരുടെ സഹായം ഇല്ലാതെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഈ നടത്തിക്കൊണ്ടു പോകുന്ന അച്ഛൻ പല പ്രശ്നങ്ങളും, അതായത് ഈ സ്ഥലം കൊടുത്ത ഒരു ഇഷ്ടദാനം കൊടുത്ത സ്ഥലത്താണ് ഈ ഇത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥലത്തിൻ്റെ ഓണറുടെ മക്കള് അവർ ഈ സ്ഥലം തിരിച്ചു പിടിക്കാൻ വേണ്ടി നടക്കുക.
അപ്പം അതിൻ്റെ പുറകെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചൈൽഡ് ലൈനിൻ്റെ ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ കുറേ വിഷയങ്ങളുടെ ഇടയിൽ ഈ അച്ഛൻ നിൽക്കണം. അപ്പോഴും ഈ അച്ഛൻ കുട്ടികൾക്ക് ഒരു പുഞ്ചിരിയോടുകൂടി എപ്പോഴും നടക്കുന്ന ഒരു അച്ഛനാണ്. എപ്പോഴും നല്ല നിഷ്കളങ്കമായിട്ടുള്ള ചിരി കുട്ടികളുടെ അടുത്ത് ആരെടുത്താണെങ്കിലും. അപ്പോൾ ഈ അച്ഛൻ്റെ അവസ്ഥ മനസ്സിലാക്കി അവിടെ പ്രായമായിട്ടുള്ള അന്തേവാസികളുണ്ട്. അവരൊക്കെ മരുന്ന് തീർന്നാൽ പോലും പറയില്ല ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അത് കാരണം മരുന്ന് ഞാൻ നിർത്തിയതാന്ന് പറയും. മരുന്ന് തീർന്നിട്ടാ. അപ്പം ഈ എല്ലാവർക്കും അറിയാം അവിടുത്തെ അവസ്ഥ അറിയാം. എന്നാൽ പോലും ഇതിൻ്റെ എല്ലാം ഈ അച്ഛൻ്റെ പിള്ളേരുടെ എല്ലാ പ്രശ്നങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിലും 3 നേരം ഇവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആൾ ഞാനാണ് ഇവിടുത്തെ പാചകക്കാരൻ. അപ്പം ഇത് ഓരോ ദിവസം തള്ളി നിൽക്കാൻ ഞാൻ പെട്ടുകൊണ്ടിരിക്കുന്ന പാടുകളാണ്. എനിക്കറിയാം അച്ഛൻ്റെ അവസ്ഥ അറിയാം. അച്ഛൻ ഓരോ സ്ഥലത്ത് പോയിട്ട് കിട്ടിയ ഞാനും അച്ഛനും തമ്മിലാണ് ഈ പറയണത്. പക്ഷേ ഈ പടത്തിൽ ഞാൻ കുട്ടികളോട് ഇൻ്റർവ്യൂവിൽ വരെ ഭയങ്കരമായിട്ട് ചീത്ത പറയും കുട്ടികളെ. എനിക്കിഷ്ടമല്ല ഒരു കുട്ടീനും, ചെറിയ കുട്ടിയുണ്ടെങ്കിൽ പോലും അതിനോട് ചീത്ത പറയും, എല്ലാവരോടും ചീത്ത പറയും. ഭക്ഷണം കൊണ്ട് വേണം തിന്നിട്ട് പോടാ, എല്ലാത്തിനകത്തും ഒരു ദിവസം ഞാൻ പട്ടറയ്ക്ക് ഇടിഞ്ഞാൻ, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ അച്ഛനോട് ഞാൻ നാളത്തെ കാര്യം വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനോടൊക്കെ ഒരു പെൺകുട്ടി വന്ന് കയറും. ഒരു പെൺകുട്ടിയെ അഭയം കൊടുത്തു പറഞ്ഞാൽ ആദ്യം അച്ഛനെ തിരുസഭയിൽ നിന്ന് പുറത്താക്കണത്. പിന്നെ അങ്ങനെ പെൺകുട്ടി വരുന്നു, അവിടെ വന്ന് ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്ക് അച്ഛൻ മരിക്കുക. കുറേ പ്രശ്നങ്ങളുടെ ഇടയിലായി കഴിയുമ്പോൾ അച്ഛൻ മരിക്കും. പിന്നെ ഞാൻ ഈ അനാഥാലയം നടത്താൻ പെടുന്ന പാടാണ് ഈ സിനിമ. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് ഈ സിനിമ. അതിനിടക്ക് ഞാൻ ഈ അടുപ്പിനും ഈ ഒരു അനാഥാലയത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലും മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പുറത്തുള്ളവരോട് സംസാരിക്കാനോ അങ്ങനെ ഒന്നും അറിയില്ല. അപ്പം ഇങ്ങനെ ഓരോ ഓഫീസേഴ്സ് വന്നതും മറ്റുള്ള ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ തരണം ചെയ്യാൻ പറ്റാതിരിക്കണം. സാമാന്യ ഒരാളാണെങ്കിൽ അയാൾക്കത് തരണം ചെയ്യാൻ പറ്റും. ഇത് അങ്ങനത്തെ ഒരാളല്ല. ആള് മൂരാച്ചാണ്, കണ്ടു കഴിഞ്ഞാൽ പേടിയാണെങ്കിലും ഉള്ളു പാവോ കരയും. ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ കുട്ടികളും പിന്നെ അച്ഛന്റെ കഥാപാത്രം ചെയ്ത റഫീഖയെ നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ളത് ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു വില്ലന്റെ കൂടെയുള്ള ഒരാൾ, ആ ഒരു രീതിയിലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു രീതി നമ്മളൊരു അപ്രോച്ച് ചെയ്യാൻ ക്യൂട്ടായിട്ടുള്ള ഒരു അച്ഛനാണ്. വില്ലനായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഹരിഹർ നഗറിലാണ് ഫസ്റ്റ് വന്നത്. കുറെ മുടിയൊക്കെ വളർത്തിട്ട് സിംഹത്തിനെ പോലത്തെ വന്ന മനുഷ്യൻ ഇന്നൊരു ചിരി, ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ആ ചിരിയാണ് ആ പടത്തിലെ പള്ളിയിലച്ഛൻ്റെ ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസം ചിരി ഉണ്ടാൽ മതി. അച്ഛൻ വന്നു കഴിഞ്ഞാൽ അവർ അത്രയും സന്തോഷിച്ചു. ഇതിൽ 34 കുട്ടികളെന്ന് പറഞ്ഞാൽ അതിൽ 6 മാസം പ്രായമുള്ള കുട്ടി വരുന്നുണ്ട്. 6 മാസം പ്രായമുള്ള. അപ്പം ഈ അച്ഛൻ്റെ ഒരു ദിവസം കുട്ടികൾ അനാഥാലയം തുടങ്ങുന്ന അച്ഛൻ മോർണിംഗ് ഗിറ്റാർ വായിക്കും ഒരു മരത്തിൻ്റെ വീട്ടിൽ നിന്ന്. കുട്ടികളെല്ലാവരും വരും, കാണുന്നു, അതിൻ്റെ കൂടെ നിന്നിട്ടാണ് അവർ തുടങ്ങുന്നത്. ദിവസം അവസാനിക്കുന്നത് അച്ഛനും ഈ കുട്ടികളെല്ലാവരും കൂടി മുറ്റത്ത് പായ വിരിച്ച് മേലോട്ട് നോക്കി കിടക്കും, നക്ഷത്രങ്ങൾ എണ്ണും. അതിൽ കുട്ടികളുടെ അച്ഛനും അമ്മ ഇല്ലാത്തവരുടെ അച്ഛനും അമ്മേനെ കാണാനും അതിനൊക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ഇവർ സംസാരിക്കും. അങ്ങനെയാണ് ഇത് അതിൻ്റെ വീണ്. ഈ അച്ഛൻ മരിച്ചതിന് ശേഷം ഇതെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. കുട്ടികളല്ല, അതൊന്നും അറിയില്ല. കുട്ടികളെ അറിയിക്കാതെ അവരുടെ ഓരോ ദിവസങ്ങളും പഴയതുപോലെ ആക്കാൻ ശ്രമിക്കുകയാണ്. അതെ, ഇനി ഇതിലെ കുട്ടികളും അതെ ഭയങ്കര വണ്ടർഫുൾ ആയിട്ട്, ചെറിയ കുട്ടികൾ തൊട്ട് ഓരോരുത്തരും എനിക്ക് തോന്നുന്നു അതിൽ പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളെ എങ്ങനെ ഇത്ര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്ക് തോന്നും. ആ കരഞ്ഞ കുട്ടികൾ ഒന്നും ഗ്ലിസറിൻ തേക്കാതെ കരഞ്ഞേക്കണം. ഒറ്റ കുട്ടി പോലും ഗ്ലിസറിൻ കണ്ണിൽ തേക്കാതെ കരഞ്ഞേക്കണം. പക്ഷെ ഞാൻ 2-3 ദിവസം ഗ്ലിസറിനൊക്കെ ഇട്ടിട്ട് കരഞ്ഞ് പിന്നെ ആയപ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ കരയാൻ കാണുമ്പോഴത്തേക്ക് പിന്നെ ഗ്ലിസറിൻ വേണ്ട. എന്നിട്ടും ഞാൻ സ്വയം കരഞ്ഞില്ലെങ്കിൽ ഞാൻ കല്ലുകൊണ്ടുണ്ടാക്കിക്കണ മനുഷ്യനായിരിക്കണം. അല്ലാതെ അത്രക്ക് ഭംഗിയായിട്ടാണ് കുട്ടികൾ ചെയ്തേക്കണം. വളരെ ഇനി കുട്ടികളുടെ പാരൻസ് എല്ലാവരും കിടന്ന് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. അതൊരു സിനിമയല്ല. നമ്മൾ ഒരു ലൊക്കേഷനിൽ ചെല്ലുന്ന ഫീലൊന്നും എനിക്ക് ഉണ്ടായില്ല. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എല്ലാവരും കൂടിയേക്കണം, അവിടെ വന്നൊരു മൂഡാണ്. അതേപോലെ ആ ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളും ഞാൻ എൻ്റെ വൈഫിനെ ലൊക്കേഷനിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളും എല്ലാവരും അവരെ അച്ഛനൊക്കെ ആണെങ്കിൽ ലൈറ്റൊക്കെ പിടിക്കണം. ലൈറ്റ് ബോയ്ക്ക് പകരം അച്ഛന്മാരാണ്. അപ്പോൾ ഈ കുറേ അച്ഛന്മാർ ലൈറ്റ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ അച്ഛന്മാർ ഭക്ഷണം കൊടുക്കാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ അമ്മമാരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനുള്ള എല്ലാം റെഡിയാക്കി എനിക്ക് ടേക്ക് സമയത്തൊക്കെ ഞാൻ നോക്കുമ്പോൾ ഈ അമ്മമാരെല്ലാം പ്ലേറ്റ് ഒക്കെ കഴുകണം അവിടെ നിന്നുണ്ട്. അത്രക്ക് ഒരു അവരുടെ പടം കുഞ്ഞുങ്ങളുടെ പടമാണല്ലേ. ഇനി ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ചിത്ര ചേച്ചിയുടെ ഒരു മനോഹരമായ ഒരു താരാട്ടുപാട്ടുണ്ട് ഇതിൽ. അപ്പോൾ അത് പാടാൻ വന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ് സാചേട്ടൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അത് പാടാൻ വന്നപ്പോൾ ചേച്ചി പാട്ട് പാടാൻ വന്ന് പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ചിത്ര ചേച്ചി കരഞ്ഞു. ആ പാട്ട് പാടി കഴിഞ്ഞിട്ട് എന്നിട്ട് പൈസ ഒന്നും വാങ്ങാതെ ആ പാട്ട് ഫ്രീ ആയിട്ട് പാടി തന്നിട്ട് പോയത്. അപ്പോൾ ഏതായാലും ഇത്രയും എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ നമുക്ക് ഈ സിനിമയെ പറ്റി പറയാൻ പറ്റില്ല. ഇത് കണ്ടെന്നെ വേണം എക്സ്പീരിയൻസ് കാണണം. കാരണം ഒരു 70% ഇപ്പോൾ കുട്ടികളും എല്ലാവരും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഓഡിയൻസ് ആണ്. അവരും കൂടി അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു 100% ആവുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണണം ഈ പടം. നമ്മുടെ മക്കൾ എങ്ങനെ ആവരുത്.
നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കാൻ ഇതില് പാടില്ലാത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ശരിക്കും അല്ലേ. നമ്മൾ ഒരുപാട് പേര് ഇപ്പൊ ഭിക്ഷ അങ്ങനെയൊക്കെ കുട്ടികളെ കാണും. അവരെ ആർക്കെങ്കിലും നമ്മളൊന്ന് സംരക്ഷിക്കാൻ തുനിഞ്ഞാലാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരിക. ഇവർ ഈ നടക്കുന്നതും ഇതൊന്നും ആരുടെയും കണ്ണിൽ പെടുകയില്ല. അത് തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ കണ്ടന്റ്. നമ്മൾ ഒരാളെ സംരക്ഷിക്കാൻ തുടങ്ങിയ 100 നിയമങ്ങളായിട്ട് ആൾക്കാർ വരും. അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു കുഴപ്പമില്ല, അതിന് അന്വേഷണമില്ല, ഒന്നുമില്ല. അങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കണവരെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യരുടെ കഥയാണ്. അതെ. അപ്പോൾ ഇതുവരെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിച്ചത്. പക്ഷേ നമുക്ക് സായിച്ചേട്ടൻ ഇങ്ങനെ എത്ര സീരിയസ് ആയിട്ട് കണ്ടാൽ ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം അറിഞ്ഞൊരു കാര്യത്തെ പറ്റി ചോദിക്കാം. അതായത് മമ്മൂക്ക ഏതെങ്കിലും സെറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് കുറച്ച് ദേഷ്യമൊക്കെ പെട്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും നല്ല മരുന്ന് സായിച്ചേട്ടനാണെന്ന് എന്നോട് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയില്ല? എന്നെ വീട്ടിൽ ഇരുത്താനുള്ള പരിപാടി ഇല്ല, അങ്ങനെ പൊതുവെ ദേഷ്യപ്പെടാറൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ജനറൽ നോളജ് കൂടുതലായതുകൊണ്ട് നമുക്കൊക്കെ ഒരുപാട് അറിവുണ്ടല്ലേ. എന്ത് അറിവെന്ന് മാത്രമല്ല, അത് അറിവുണ്ടെന്ന് പറഞ്ഞാൽ അകത്ത് വെച്ച് ഒരാൾക്കും കൊടുക്കാതെ വെച്ചിട്ട് ചെയ്യുന്നതല്ല. നമ്മൾ ചക്കൂരൊക്കെ വെച്ച് മുളക്കും, അതുപോലെ അല്ലത്. അപ്പോൾ നമുക്ക് പലപ്പോഴും എന്നിട്ട് പല കാര്യങ്ങൾ ചോദിക്കും. ഞങ്ങൾ തോപ്പിൽ ജോപ്പിൻ്റെ ഷൂട്ടിനാകുമ്പോഴത്തേക്ക് അലൻസീറിയേട്ടൻ, ഞാൻ, ശ്രീത്ത് രവി, സോഹൻലാൽ, ഞങ്ങൾ 4 പേരും ഉണ്ടാവും. അപ്പം ഇങ്ങനെ സോഹനും അലൻസീറിനൊക്കെ നല്ല കാര്യങ്ങളൊക്കെ അറിയാം കുറേ. ശ്രീത്ത് രവിക്കാണെങ്കിൽ എല്ലാവർക്കും ഈ പുസ്തകങ്ങൾ വായിച്ചൊക്കെ ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ ആകെ വായിച്ചത് വളരെ മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഒന്നും മനസ്സിലാവൂല ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ എവിടെ ഗോവയിലോ ഏതൊരു വലിയ മലനിരപ്പാത അതിനെ കുറിച്ചാണ്, അതുപോലും ചോദ്യം പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സോഹനോടൊക്കെ ചോദിച്ചാൽ അവരാരും അറിയില്ല. അപ്പം ഞാൻ അവിടെ വേറെ സ്ഥലത്ത് പോയിരിക്കുന്നു. അപ്പോൾ പാഷാണത്തിൽ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അസിസ്റ്റൻ്റ് വന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോയി ഇങ്ങനെ കൈ കിട്ടിങ്ങനെ. അപ്പോൾ ഇത് ഇന്ന പോലെ ഇന്ന സംഭവം ഇത് എവിടെയാണെന്ന് ചോദിച്ചു. ഇവർക്ക് ആർക്കും അറിയില്ല, അറിയാമെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ വർഷം പരീക്ഷ എഴുതാനുള്ള അടുത്ത വർഷം അതോടുകൂടി ആ ചോദ്യത്തിന്റെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചോദിക്കും. എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കണം എന്നെ ഇരിക്കും ലൊക്കേഷൻ. ഇപ്പൊ ചെയ്തിട്ടിരിക്കുന്ന പോലെ എന്നെ കളിയാക്കിണ്ടിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അയ്യോ, ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടല്ല. ഇപ്പൊ ഞാനിപ്പോ 6ാമത്തെ പടം നമുക്കിടെ ചെയ്തോണ്ടിരിക്കുന്നത്. എന്നെ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട ആർട്ടിസ്റ്റുകളെല്ലാം നമുക്കൊക്കെ അറിയാം. എല്ലാ ആർട്ടിസ്റ്റുകളും പേരെടുത്ത് പറയും. അങ്ങനെ തോപ്പിൽ ജോപ്പലിൽ ഒരു ആർട്ടിസ്റ്റിനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇന്ന ആളറിയോ, നമ്മളറിയാം നല്ല ആർട്ടിസ്റ്റാണ് വിളിച്ചോളാൻ പറഞ്ഞു. ആരാ പറഞ്ഞു? നമുക്ക് നേരിട്ട് പറഞ്ഞാന്ന് പറഞ്ഞു. അത് അവൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ചാൻസ് ആയിരുന്നു. ആ ചാൻസ് വിളിച്ചിട്ട് പിറ്റേ ദിവസം ഷൂട്ട് സമയത്ത് വിളിച്ചിട്ടുള്ള ആളെ തള്ളണം, പിന്നെ ചെയ്തിട്ട് ആളെ തള്ളണം. ഇത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ആൾ തന്നെയില്ല. സിനിമ അഭിനയിക്കണമെന്നും പറഞ്ഞ് നടന്ന ആളാണ്. അത് നമുക്ക് നേരിട്ട് വിളിച്ച്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിങ്ങനെ ആഗ്രഹം ഇല്ല, ആഗ്രഹം മുഖത്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങോട്ട് ഇതായി. എല്ലാവരുമായിട്ട് ചെലവ് ചെയ്ത് കമ്പനി കൂടി. സംഭവം കയ്യിൽ നിന്ന് പോയി, വരാൻ പറ്റില്ല, അങ്ങനെ ആയിപ്പോയി. എന്തായാലും ഇപ്പൊ ഈ ഷോ ഇപ്പൊ ഇത് ഇന്റർവ്യൂ കേട്ടോണ്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ അവന്റെ പേര് ഞാൻ പറയാത്ത അവനറിയാം കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ നമ്മൾ ഒരാൾ രക്ഷപ്പെടുന്ന ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും, അങ്ങനെ സംഭവിക്കാം. ചിലപ്പോ കഴിപ്പിച്ച് കിടത്തി കിടന്നു പോവാം, അങ്ങനെ ഉണ്ടാവുക. അപ്പൊ എന്തായാലും അവന് നല്ലൊരു ചാൻസ് ആയിരുന്നു. അത് നമുക്ക് നേരിട്ട് പറഞ്ഞ് ഇനിയൊരു അവസരം ഉണ്ടെങ്കിലും നീ സൂക്ഷിച്ചത് കൈകാര്യം ചെയ്യണം. കമ്പനിയൊക്കെ രാവിലെ എണീക്കാൻ പാകത്തിനായിരിക്കും. ത്രൂഔട്ട് വിഷമം. അത് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോലും ഡയലോഗ് കട്ട് ചെയ്തിട്ട് അവന് കൊടുക്കും. അതേപോലെ നന്നായിട്ട് ചെയ്യണമാണ്. ഈ പാഷാണം ഷാജി ഈ ഒരു പേര് പാഷാണം എന്നല്ല, പാഷാണം. ഈ ക്യാരക്ടർ ശരിക്കും എപ്പോഴെങ്കിലും ഒരു എന്താ പറയാ, എന്റെ പേര് ഇതാണോ അങ്ങനെയൊക്കെ ഒരു സംശയം തോന്നിയിട്ടുണ്ടോ? കാരണം അങ്ങനെയല്ലേ എല്ലാരും വിളിക്കുന്നത്. അല്ല, ഇപ്പൊ അങ്ങനെയാണ് എന്റെ പേരിപ്പോ. അല്ല, പലപ്പോഴും ഞാനിപ്പോ ആരെങ്കിലും വല്ല ഓട്ടോഗ്രാഫ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതി സസ്നേഹം എഴുതിയിട്ട് പിന്നെ പാ വരച്ചിട്ട് വെട്ടിയിട്ട് ഞാൻ സാജു എഴുതിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ പല സ്ഥലത്തുനിന്നല്ല. ഇപ്പൊ എല്ലാരും ഇങ്ങനെ പാഷാണം ഷാജി. എനിക്ക് തോന്നുന്നു ഷാജിയും കൂടെ ഇല്ല ഇപ്പൊ. ഷാജിയില്ല, പാഷാണം മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ എനിക്കത് തന്നെ കേട്ടോ ഇഷ്ടം. പല ആൾക്കാർക്കും സംശയമുണ്ട്. ഞാൻ പേരൊക്കെ മൊബൈൽ നമ്പർ മേടിച്ചിട്ട് നമ്പർ കറക്റ്റ് പേര് ഞാൻ പാഷാണമെന്ന് എഴുതിക്കാം. അയ്യോ അത് വേണ്ട, അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ അത് ഫോണിലൂടെ വിളിച്ചിട്ട് മറ്റേ ഇത് സിനിമയിലൊക്കെ ഉള്ള മറ്റേ എല്ലാ സീരിയലിലൊക്കെ ഉള്ള ഞാൻ അതെ ഞാൻ പാഷാണം ഷാജി, ഷാജിയാണോ അങ്ങനെ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നെ പാഷാണം ഷാജി എന്ന് മാത്രം വിളിച്ചാൽ എനിക്ക് അതാണ് ഇഷ്ടം. ഇനി ശരിക്കും ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഇത് നിങ്ങളെല്ലാവരും കൂടി തന്നെ എഴുതിയതാണോ അതോ വേറെ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആണോ ഈ ക്യാരക്ടർ? ഇല്ല, അത് ഞങ്ങളുടെ തന്നെ.
ഞങ്ങളത് ഇത് പെട്ടെന്നുണ്ടായ ഒരു ക്യാരക്ടറാണ്. ഞങ്ങൾ ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഒരു സ്കിറ്റ് കളിക്കണം, മത്സരമാണ് എന്തായാലും സെമി ഒക്കെ അടുത്ത്. അപ്പോൾ ആ സ്കിറ്റ് കളിക്കുന്ന ടൈമിൽ ഞങ്ങൾ ഒരു സ്കിറ്റ് റിഹേഴ്സൽ ചെയ്ത് വെച്ച്. അപ്പം അന്ന് രാവിലെ വേറെ ടീം അതേ കണ്ടന്റ് തന്നെ വേറെ കയറി ചെയ്തു, അതേപോലെ തന്നെ. അപ്പം നമുക്കിത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അപ്പം ഞങ്ങൾ ചെയ്യണമെന്ന് അറിയാം. അവർ നേരത്തെ സ്റ്റേജ് കളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം കയറ്റി ചെയ്തത്. അന്നേരം ആ ഒരു മണിക്കൂർ കൊണ്ട് കണ്ടെത്തിയ ഒരു ക്യാരക്ടറാണ് ഇത്. ഇതാകുമ്പോൾ ഇതിന് ആൾക്കാർ തമ്മിൽ തെളിക്കുക, വഴിതെറ്റിക്കുക, അങ്ങനെ കാണിക്കുക. അതാകുമ്പോൾ ഇഷ്ടംപോലെ നമുക്ക് ചെയ്യാൻ പെട്ടെന്ന്. ഈ പേര് ആദ്യം ആരുടെ മനസ്സിലാണ് വരുന്നത്? പേര് ഭാഷാണം ഷാജി എന്ന് ഞാൻ തന്നെ പറഞ്ഞു. കുറെ നോക്കി ഇങ്ങനെ പോക്കിറ്റ് സൈമൺ എന്നൊക്കെ അങ്ങനെ കുറേയൊക്കെ ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഞാൻ പറഞ്ഞു നമുക്ക് വിഷം എല്ലാം വിഷം പാഷാണം ഷാജി അങ്ങനെ ആക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ഇട്ടത്. ഇനി ഇപ്പോഴും എനിക്ക് തോന്നുന്നു സ്റ്റേജ് ഷോസിലൊക്കെ മിക്കവാറും ഈ ഒരു പാഷാണത്തിന്റെ ക്യാരക്ടർ ഓൾമോസ്റ്റ് പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന്. അല്ല, അത് ആവശ്യപ്പെടും. ഞാനിപ്പോൾ ഒരു ഷോയ്ക്ക് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓഡിയൻസ് അത് ആവശ്യപ്പെടും. മറ്റേ പാഷാണം ഷാജി ഉണ്ടാവണം കേട്ടോ. ചില ആൾക്കാർ പറയും ഭാസ്കരൻ ഷാജി ഉണ്ടാവണം കേട്ടോ. അറിയാൻ പാടില്ലേ ഏതാന്ന്. ഞാൻ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു പുള്ളിനെ പറയും, ഹലോ പാതാളം ഷാജി അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിൽ ഞാൻ വൈഫ് സുഖമായിട്ട് ജീവിക്കുന്നു. അച്ഛൻ മരിച്ചുപോയി. അമ്മ പിന്നെ സഹോദരങ്ങളെല്ലാവരും അവരെല്ലാവരും ഉദയംപേരൂർ ഗ്രാമത്തിൽ എല്ലാവരും ഉണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ പനങ്ങാടാണ് താമസിക്കുന്നത്. ഇപ്പോൾ വീട് വെച്ച് ഇപ്പോൾ 6 മാസമായി. ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീടൊക്കെ വെച്ച് സെറ്റിലായി. ഞാനും വൈഫും സുഖമായിട്ടിരിക്കും. ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് 30 സിനിമയായോ? എത്ര സിനിമയായി? 36 സിനിമയായി അല്ലേ? അപ്പോൾ ഇതിൽ ഒരു ഫേവറേറ്റ് ക്യാരക്ടർ ഈ ചെയ്തതിൽ ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയുക? എനിക്ക് ഏറ്റവും ഹ്യൂമറായിട്ട് ചെയ്താണെങ്കിൽ വെള്ളിമുങ്ങലൊക്കെ ഒരു നെയിമായിരുന്നു. അത് ക്യാരക്ടറല്ല, ഞാൻ തന്നെ കറക്റ്റ്. അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ അത് ഇഷ്ടം. പിന്നെ ഇപ്പൊ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ക്യാരക്ടർ. ഇതിപ്പോ ബാക്കി ഓഡിയൻസ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇനി കാണാനുള്ളവരും കൂടെ കണ്ടു കഴിയുമ്പോൾ അറിയാൻ പറ്റും. അതെ. അപ്പോൾ ഇതിൽ ഞങ്ങൾ FB-ലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴേ കുറേ പാഷാണം ഷാജി, കുറേ സാജു നവോദയൊക്കെ ഉണ്ടല്ലോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫേസ്ബുക്ക് ID എനിക്ക് ഒരു ID ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ. അപ്പൊ ഞാൻ ഫേസ്ബുക്കിലില്ല. എനിക്ക് ഫേസ്ബുക്ക് ID ഇല്ല. ഞാൻ ആകെ വാട്സപ്പ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഫേസ്ബുക്ക് ഉപയോഗിക്കാതെ എൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു പയ്യൻ അഖിൽ എന്ന് പറഞ്ഞൊരു പയ്യൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് എൻ്റെ പ്രൊമോഷൻ, പടത്തിൻ്റെ പ്രൊമോഷൻ മാത്രമേ ഉള്ളൂ അതിൽ. പക്ഷേ ഇങ്ങനെ പാഷാണം ഷാജി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇതുണ്ടെന്ന് എന്നോട് പലരും പറഞ്ഞു. പക്ഷെ ഞാനിതിലില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല, നോക്കാൻ ഒന്നും അറിയില്ല. അപ്പം ഒരു ദിവസം കുറേ 3-4 കുട്ടികൾ ഞാൻ പ്രോഗ്രാമിന് പോയപ്പോൾ തിരുവനന്തപുരത്ത് എൻ്റെ അടുത്ത് വന്നേക്കുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഷാജി ചേട്ടാ ചേട്ടൻ്റെ എന്നാൽ ഇതെടുത്ത് മാറ്റിയേട്ടാ, വീഡിയോ എടുത്ത് മാറ്റാം, അവൻ തൂങ്ങിച്ചാവുന്നാണ് പറഞ്ഞേക്കണേന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾ എന്ത് കാര്യം പറയണത്? അപ്പം ചേട്ടൻ്റെ ഇത് ID കിടപ്പുണ്ട്. അവർ ടൂർ പോയപ്പോൾ കുട്ടികളായിട്ട് സിഗരറ്റ് വലിക്കുക എന്തൊക്കെയോ ചെയ്ത് അത് വീഡിയോ വന്നിട്ട് അതെടുത്തിട്ട് അവൻ്റെ വീട്ടുകാർ വിഷയമായി. അങ്ങനെ അവൻ ആത്മഹത്യ ചെയ്യുന്ന പറയണത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മക്കളെ, എൻ്റെ ഫോൺ കൊടുത്ത് നിങ്ങൾ ഇതിൽ വാട്സപ്പോ ഫേസ്ബുക്ക്, അന്ന് വാട്സപ്പ് പോലും ഇല്ല, എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചെയ്ത പയ്യനെ ഞാൻ വേറെ ആൾക്കാർ ദുബായിലുള്ള എൻ്റെ ഫ്രണ്ട്സ് വഴി കണ്ടുപിടിച്ചിട്ട് പിന്നെ ഒരു ചാനലിൽ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞ് നീ ഇത് എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ ഞാൻ രസത്തിന് ചെയ്തതാണ്, നീ പഠിക്കണം, ഞാൻ പഠിക്കണം, ഈ പറഞ്ഞ പയ്യനും പഠിക്കണം, നീ ഒരു സ്റ്റുഡൻ്റ് അല്ലേ, നിൻ്റെ എന്തെങ്കിലും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ വല്ല നിൻ്റെ വീട്ടുകാർ സമ്മതിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നീ ഇത് ചെയ്യരുത്. ഇപ്പം നിന്നെ ഞാൻ വിളിച്ചുകൂടെ വരുത്തി ചാനലിൽ കയറ്റിയിരുത്തി പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നീ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് നീ ഒന്നും ഞാൻ ചെയ്യിക്കണില്ല മോനെ, ഇതുപോലെ ആർക്കും അവർ ഇതുപോലെ ചെയ്യരുത്, നിൻ്റെ കൂട്ടുകാരനായിട്ട് കണ്ടാൽ മതി ആ പയ്യനെ. അത്രയ്ക്കും ഇതായിട്ടുള്ള വീഡിയോ വന്നതെന്ന്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എനിക്ക് ഫേസ്ബുക്കിൽ ഞാനില്ല. ഹായ് ഷാജി പല സ്ഥലത്തും ചെല്ലുമ്പോൾ എന്നോട് ആൾക്കാർ പറയുന്നത് നമ്മൾ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് കേട്ടോ. ഞാനപ്പോൾ വിളിക്കുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ എൻ്റെ പേരിൽ ഫേസ്ബുക്ക് ഇല്ല. ഫേസ്ബുക്കിൽ അത് പ്രൊമോഷന് വേണ്ടി മാത്രമുള്ള ഒരു പേജേ ഉള്ളൂ. ബാക്കിയൊക്കെ ഫേക്കാണ്. ആരും അതുമായിട്ടുള്ള ഒന്നും ചാറ്റ് ചെയ്യുക ഒന്നും ചെയ്യരുത് ദൈവത്തെ ഓർത്ത്. അപ്പോൾ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മൂവീസ് ഏതൊക്കെയാണ്? ഇതിപ്പോൾ റിലീസായി കല്ല് പെൻസിൽ റിലീസായി. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മണിയമ്പിളരാജേട്ടൻ്റെ 3 നായകനായിട്ടുള്ള ബോബി എന്ന് പറഞ്ഞ പടം, അതിപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. വിനയ് ഫോർട്ടിന് ലഡു എന്ന് പറഞ്ഞ പടം, അതും ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ പടം ഒരേപോലെ ഇരിക്കുന്നത് അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത ആഴ്ച തുടങ്ങാൻ പോകുന്നത് സുരേഷ് ഗോപിച്ചേട്ടൻ്റെ മോൻ നായകനായിട്ടുള്ള പപ്പു എന്ന് പറഞ്ഞ പടം. ഇപ്പം എല്ലാവരും മക്കളുടെ കൂടെ കാരണം കുഞ്ഞുമക്കളുടെ കൂടെ ഇപ്പോൾ ഒരെണ്ണം ഇപ്പോൾ ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞ കുട്ടികളുടെ പടം ഇറങ്ങി, ഇപ്പോൾ കല്ലുവൻസ് എന്ന് പറഞ്ഞ പടം ഇറങ്ങി, ഇപ്പോൾ ബോബി എന്ന് പറഞ്ഞ കുട്ടിയുടെ കൂടെ ഉണ്ട്, പപ്പു എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ കൂടെ, കുട്ടികളുടെ കൂടെയാണ് ഞാനൊരു കുട്ടിയായി ടോട്ടലി പറയുമ്പോൾ. അപ്പോൾ ഏതായാലും എനിക്ക് പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്, ഞാൻ ഈ സിനിമ കണ്ടു, എന്തായാലും ഈ സിനിമ കാണേണ്ട ഒരു സിനിമയാണ്. അതും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ പറഞ്ഞ പോലെ നമ്മൾ CD ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നല്ല സിനിമയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് എഫേർട്ട് എടുത്ത്
ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും പോയി കാണണം. സായി ചേട്ടൻ്റെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണണമെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മുടെ മക്കൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഭക്ഷണം നമ്മൾ ഇങ്ങനെ എടുത്തിട്ടാണ് പാത്രം എടുത്തിട്ട് അങ്ങ് കളയുള്ളൂ. ആ കളഞ്ഞ് വീണ ഭക്ഷണം കഴിച്ചാൽ ഒരു നേരം വയറ് നിറയുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ചാറ്റ് ചെയ്യണം, അവൻ പറഞ്ഞ് എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്, ആരുമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവരുത്. അങ്ങനെ ആരുമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മളെപ്പോലെ ആരെങ്കിലും അവർക്ക് പുറകെ ഉണ്ടാവണം എപ്പോഴും. അപ്പോൾ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത് ഈ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ സിനിമ കാണണം, തീർച്ചയായിട്ടും കാണണം, വിജയിപ്പിക്കണം. ഇത്രയും 34 കുട്ടികളും ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്തിരിക്കുന്ന വലിയൊരു പടം കാണാനുള്ള ഇതിൽ വന്ന് കയറണ്ട, ചെറിയ പടം കാണാനായിട്ട് വന്നാൽ മതി. പക്ഷേ പടം കണ്ടു കഴിയുമ്പോൾ വലിയൊരു മൂവി കണ്ടാൽ നിങ്ങൾക്കൊരു മൂഡ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കൂൾ ബാഗ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ബുക്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, കുട വാങ്ങിച്ചു, എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഈ പുതുവർഷത്തിൽ അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിരിക്കും ഈ സിനിമ കൊണ്ടേ കാണിക്കുക എന്നുള്ളത്. അത് കുട്ടികളുടെ പടമായിട്ട് മാത്രം കാണണ്ട, ഇത് വലിയ ആൾക്കാർക്കും കൂടി ഉള്ള ചിത്രമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കാണണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയും കുറേ ആൾക്കാരുണ്ട്, അവരുടെ ഇടയിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു അവസരമാണിത്. തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ഏതായാലും ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. ഹാസ്യ കഥാപാത്രങ്ങളും അല്ലാതെ ഇത്തരം കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് ഇനിയും ചെയ്ത് ഞങ്ങളെ രസിപ്പിക്കാൻ സായി ചേട്ടന് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.